പറ്റൂല. നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം ഈ ഹോട്ടലുകൾ, അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ചായക്കടകൾ, ഇതൊന്നും പറ്റൂല. അതിൽ പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. റമദാൻ കാലത്ത് കടകൾ നിർബന്ധമായും അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവിടുത്തെ ഒരു കച്ചവടക്കാർ ഉന്നയിക്കുന്ന പരാതി. കോഴിക്കോട് ബീച്ചിലെ മുഖദ ബീച്ചിലെ കച്ചവടക്കാരാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അതായത് വ്രതശുദ്ധിയുടെ 30 ദിനരാത്രങ്ങൾ. സുബൈക്ക് ഏകദേശം ഒരു 5 മണി മുതൽ വൈകുന്നേരം 6:30 മണി വരെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ വ്രതശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി നോമ്പ് നോൽക്കുന്ന മാസം. ആരോഗ്യമുള്ള എല്ലാ മതവിശ്വാസികൾക്കും നിർബന്ധമാണ് ഇതുപോലുള്ള നോമ്പ് നോൽക്കൽ. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ നോമ്പ് നോൽക്കൽ നിർബന്ധമായത് കൊണ്ട് മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നു എന്നത് കൊണ്ട് തന്നെ അവിടെ ഹിന്ദുക്കളും മറ്റുള്ള മതസ്ഥരും അവരും കൂടി ഇവരോടൊപ്പം തന്നെ പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ പബ്ലിക്കിൽ തന്നെ എന്ത് വേണമെങ്കിലും കുടിക്കാം, ഇഷ്ടമില്ലെങ്കിൽ കുടിക്കാതിരിക്കാം. അത് അവരുടെ സ്വാതന്ത്ര്യം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നോമ്പ് നോൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അത് നോക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റെല്ലാ മതസ്ഥർക്കും ഉണ്ട്. ഒരു മുസ്ലിം പട്ടിണി കിടക്കുന്നു എന്ന് കരുതി മറ്റുള്ളവർ പട്ടിണി കിടക്കണം എന്ന നിർബന്ധമൊന്നും ആർക്കും തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ നോമ്പ് നോൽക്കൽ നിർബന്ധമായ ഒരു മുസ്ലിമിന് ജോലി എന്ന് പറയുന്നത് ഹോട്ടൽ കച്ചവടമാണെന്ന് ഇരിക്കട്ടെ. അതായത് വലിയ രീതിയിൽ കച്ചവടം, വ്യാപാരം നടക്കുന്ന ഒരു ഹോട്ടലൊന്നുമല്ല അദ്ദേഹത്തിൻ്റെത്. അന്നന്ന് ലഭിക്കുന്നത് അന്നന്നത്തെ ചെലവിന് മാത്രം തികയുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിലും ഹോട്ടൽ തുറക്കേണ്ടത് അത്യാവശ്യമായി വരും. കാരണം അവിടെ ഹോട്ടൽ തുറന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ആ മാസങ്ങളിലൊക്കെ ചിലവ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഹോട്ടൽ തുറക്കണ്ട എന്ന് പറയാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. ഒരു മുസ്ലിം നോമ്പ് നോക്കുന്നു എന്നത് കൊണ്ട് മറ്റുള്ള മതസ്ഥർ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവർക്ക് ഒരു മുസ്ലിം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാനോ വാശി പിടിക്കാനോ ആർക്കും തന്നെ അവകാശമില്ല എന്ന് തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിക്ക് നോമ്പ് നോൽക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ നോമ്പ് നോക്കാതിരിക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്കും ഈ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയിലേക്ക് പോവാൻ അയ്യപ്പ വേഷം കെട്ടി നിൽക്കുന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് മത്സ്യ വിൽപ്പനയാണ്. അദ്ദേഹം മത്സ്യ വിൽപ്പന നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഉപജീവന മാർഗം ലഭിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മത്സ്യ വിൽപ്പന നടത്താം, മത്സ്യം മറ്റുള്ളവർക്ക് കൊടുക്കാം. പക്ഷെ അദ്ദേഹം കഴിക്കേണ്ടത് വെജിറ്റേറിയൻ എന്ന് മാത്രമാണ്. അതേപോലെ തന്നെയാണ് മുസ്ലിമിന്റെ അവസ്ഥയിലും. കാരണം അവർക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നോമ്പ് നോൽക്കണം. പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം അത് ഒഴിവാക്കണം എന്ന് പറയാൻ ഒരാൾക്ക് പോലും അവകാശമില്ല. പിന്നെ ഇതിൽ ഉസ്താദ് പറയുന്ന കാര്യം ഒരിക്കലും തന്നെ ആർക്കും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഒരു മുസ്ലിം നോമ്പ് നോൽക്കാത്ത ഒരു വിശ്വാസിയല്ലാത്ത മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് ഒരിക്കലും ആർക്കും തന്നെ യോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും ഇസ്ലാം എന്ന മതത്തിൽ ഇതുപോലെ അറിവും വിവരവും ഇല്ലാത്ത ആളുകൾ പലതും സോഷ്യൽ മീഡിയയിൽ അടക്കം തുറന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കുക സ്വാഭാവികമാണ്. പല ഉസ്താദുമാരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇസ്ലാമിനെ വളച്ചെടുക്കുന്നത്. അവർക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ശരിക്കുമുള്ള ഇസ്ലാം എന്ന രീതിയിൽ ആളുകൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. തീർച്ചയായിട്ടും ഇവരൊക്കെയും തന്നെ പണ്ഡിത വേഷധാരികളാവാൻ മാത്രമാണ് വഴിയുള്ളത്. നിങ്ങളുടെ ഉപജീവന മാർഗം നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അന്നേക്കുള്ള ഭക്ഷണത്തിനുള്ള വക ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ സന്തോഷത്തോടെ കൊണ്ടാടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ ഏതെങ്കിലും മതം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഒരാളുടെ ഒരു വിശ്വാസവും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഇവിടെയില്ല. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. പലപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല, നോമ്പ് സമയത്ത് ഒരു വെള്ളം പോലും ആർക്കും തന്നെ കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവരൊക്കെയും തന്നെ പലപ്പോഴും ആളുകളെ തമ്മിൽ തല്ലിക്കുക എന്നത് മാത്രമാണ് ഇവരുടെയൊക്കെയും തന്നെ ഉദ്ദേശം. തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഒരു അവിശ്വാസിയെ ബഹുമാനിക്കുക, ഒരു ഹിന്ദുവിനെ ബഹുമാനിക്കുക, ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കുക, തിരിച്ച് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമിനെയും ക്രിസ്ത്യൻസിനെയും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ എല്ലാവരും അവരവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ
അവരെ വ്രണപ്പെടുത്താൻ നിൽക്കാതെ, അവർക്ക് ഞങ്ങളുടെ വിശ്വാസം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കാതെ കൃത്യമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇവിടെ വർഗീയത ഉണ്ടാവുകയില്ല. എല്ലാവരും തന്നെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയും ചെയ്യും. ഒരിക്കലും ന്യായമില്ലാതെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക, അവരൊക്കെയും തന്നെ ഒറ്റപ്പെടുത്തുക. അവിടെ ഒക്കെയും തന്നെ ജാതി മത വ്യത്യാസം കാണിക്കാൻ ഒരിക്കലും തന്നെ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 18-ാം പടി ചവിട്ടാൻ വേണ്ടി വ്രതമെടുത്തിരിക്കുന്ന ഒരു സ്വാമിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിലും അതല്ലെങ്കിൽ ഒരാളുടെ ഹോട്ടലിലും ഇനി മുതൽ നോൺ വെജ് വിളമ്പാൻ പാടില്ല. നമ്മൾ 40 ദിവസത്തോളം വ്രതമെടുത്തിരിക്കുകയാണ്, അത് കഴിഞ്ഞതിന് ശേഷം മതി ഇതുപോലെ നോൺ വെജ് പാകം ചെയ്യലും വിതരണം ചെയ്യലും എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അതുപോലെ തന്നെയാണ് നിങ്ങൾ തിരിച്ചു പറയുന്ന കാര്യങ്ങളിലും ഉള്ളത്. ഒരിക്കലും തന്നെ ഒരു വിശ്വാസത്തെയും മറ്റൊരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി എല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ അവരെ എതിർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.